സഖാവേ, അങ്ങയുടെ പുസ്തകത്തിൽ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളായ സംഘപരിവാർ ശക്തികൾ ആകാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് സനാതനധർമ്മമായി അവർ വിലയിരുത്തുന്നത്? അതിനെ എങ്ങനെയാണ് നാം പ്രതിരോധിക്കേണ്ടത്? അതൊരു ചോദ്യം. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് നാരായണ ഗുരു മറ്റെല്ലാ സാമൂഹ്യ വിപ്ലവ നായകന്മാരിൽ നിന്നും പ്രാധാന്യമർഹിക്കുന്ന നാമധേയമായി അങ്ങ് പറഞ്ഞിട്ടുള്ളത്? ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഗുരുവിൻ്റെ യഥാർത്ഥ അനുയായികൾ ആ വ്യത്യസ്തത ഉൾക്കൊള്ളുന്നതായിട്ട് തോന്നുന്നുണ്ടോ? 3, കമ്മ്യൂണിസവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ 3 ചോദ്യം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേസരിയുടെ ഓണപ്പതിപ്പിൽ സനാതനധർമ്മത്തിൻ്റെ നാനാവശങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് 13 ലേഖനങ്ങൾ എഴുതിയതിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ആ ലേഖനങ്ങളിൽ ഒന്നിൻ്റെ ഭാഗമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അവർ സനാതനധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അനാദിയാണ്. അനാദിയാണ്. മാത്രമല്ല അറിവിൻ്റെ എല്ലാം കേദാരമാണ്. ഇപ്പോൾ വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് ശാസ്ത്രമോ ചരിത്രമോ സ്ഥാപിക്കപ്പെട്ട കാര്യമല്ല, അനാദി. സനാതനം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥായിയായിട്ട്. അങ്ങനെ ഒരു മൂല്യബോധമൊന്നും ഇല്ല. ഒരു കാലത്ത് ജാതി മൂല്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ജാതി മൂല്യങ്ങൾക്ക് അതീതമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടല്ലോ. അവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാധാന്യം. മാനവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാർ വന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ സനാതനധർമ്മം എന്ന് സംഘപരിവാർ വിശേഷിപ്പിക്കുന്നത് വർണ്ണധർമ്മ വ്യവസ്ഥ തന്നെയാണ്. വർണ്ണങ്ങൾ, ചാതുർവർണ്ണ്യം. ഈ വർണ്ണത്തിന് പുറത്തുള്ളവരോ അവർണ്ണന്മാർ. അതിൽ പുസ്തകത്തിൽ വിശദമായി പറയുന്ന ഒരു ഭാഗം ഈ സനാതനധർമ്മത്തിൻ്റെ തത്വങ്ങൾ, അത് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് 1904 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ദി പ്രിൻസിപ്പിൾസ് ഓഫ് സനാതനധർമ്മം. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, പാശ്ചാത്യ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചതോടുകൂടി സനാതനധർമ്മം ചില പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ എന്ത് വേണം? സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി അംഗീകരിക്കാൻ പറ്റില്ല. ചില ഭേദഗതികൾ വേണം, മാറ്റങ്ങൾ വേണം. അപ്പോൾ അവിടെ സനാതനത്വം പൂക്കൂത്തി വീഴുമല്ലോ. സ്ഥായിയായിട്ടുള്ള ഒരു മൂല്യബോധം സമൂഹത്തിൽ ഒരു കാലത്തും നിലനിന്നിരുന്നില്ല. ഒരു 150 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇതുപോലെയുള്ള കൂടിച്ചേരൽ നടക്കും, അല്ലേ? തൊട്ടുകൂടാത്തവർ വേറെ നിൽക്കണം. അവിടെയാണ് ഈ ഇന്നിപ്പോൾ BJP വരുത്തുന്ന മുദ്രാവാക്യം എന്താ? നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. മനസ്സിലായില്ല? ആരാ നായാടി? നായ്ക്കളല്ല, മനുഷ്യനാണ്. പക്ഷെ എന്താണ്? ദൃഷ്ടിയിൽപ്പെട്ട ദോഷമുള്ള ജനവിഭാഗമാണ് നായാടി. മഹാത്മാഗാന്ധിയുടെ ഒരു അനുഭവം ഇതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പാലക്കാട് എത്തിയപ്പോൾ ഒരു മനുഷ്യൻ്റെ ദയനീയമായിട്ട് ശബ്ദം കേട്ടു. അദ്ദേഹം കൂടെയുള്ള രാജാജിയോട് ചോദിച്ചു, എന്താ കേൾക്കുന്ന ശബ്ദം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നായാടി ഭിക്ഷയാടിക്കുന്ന ശബ്ദമാണ്. മനസ്സിലായില്ലേ? ഇതാ സനാതനധർമ്മം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ. ഗാന്ധിജി പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അത് ഈ കോഴിക്കോട് നടന്നിട്ടുള്ള ആദ്യ ദ്രാവിഡരുടെ ഒരു സമ്മേളനത്തിൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിനിടയിൽ ഈ സ്വാഗത പ്രസംഗം നടത്തിയിട്ടുള്ള അവർ പറഞ്ഞു, ഞങ്ങളിൽ എന്ന് വെച്ചാൽ പറയന്മാരാണ്, പറയ സമുദായത്തിൽപ്പെട്ടവരാണ്. അവർ പറയുന്നൊരു കാര്യം, ഞങ്ങളിൽ ചിലരെ ഇപ്പോഴും ക്രയവിക്രയം നടത്തുന്നുണ്ട് എന്നാണ്. സംഗതി മനസ്സിലായല്ലോ? അടിമ കച്ചവടം ഇവിടെ നടത്തുന്നുണ്ട്. അത് ഈ ഹിന്ദുത്വ ശക്തികൾ പറയുന്നത് പോലെ അത് പാശ്ചാത്യത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യമല്ല, നേരത്തെ എന്തിവിടെ ക്രയവിക്രയം, പിന്നെ അടിമകളെ വാങ്ങുക, വിൽക്കുക, ഈ ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് സനാതന ധർമ്മം എന്ന നിലക്ക് ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ പൊള്ളത്തരം നമ്മൾ ചരിത്രത്തിലെ വസ്തുതകൾ വെച്ചുകൊണ്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാനാവും? ഇപ്പോൾ ഇതിൽ അവസാനം പറഞ്ഞിട്ടുള്ള ഈ നവോത്ഥാന പ്രസ്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ അവസാനം പറഞ്ഞിട്ടുള്ളത് വാഗ്ഭടാനന്ദനെ കുറിച്ചാണ്. വാഗ്ഭടാനന്ദൻ ഉത്തര കേരളത്തിലാണ്, അതെ ഉത്തര കേരളത്തിലാണ്. അപ്പോൾ എൻ്റെ നാട് വാഗ്ഭടാനന്ദൻ്റെ ആ സ്ഥലത്താണ് വാക്യം. വയലേരി കുഞ്ഞിക്കണ്ണൻ കുരിക്കളാണ് വാഗ്ഭടാനന്ദനായ. അദ്ദേഹം ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, ആലപ്പുഴയിൽ ഒക്കെ വരുന്നുണ്ട്. മഹിളാ പ്രസ്ഥാനമൊക്കെ തുടക്കം കുറിക്കുന്നത് വാഗ്ഭടാനന്ദൻ്റെ ആത്മവിദ്യാസംഘത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ എവിയുടെ ഭാര്യ, അവരൊക്കെ മഹിളാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആത്മവിദ്യാസംഘത്തിലൂടെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം. അപ്പോൾ എന്താ യഥാർത്ഥ സനാതന ധർമ്മം? വാഗ്ഭടാനന്ദ പറയുന്നൊരു കാര്യം, കാലം, ദേശം, പിന്നെയോ മതവ്യത്യാസം. ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഉപയോഗം വർഗീയ വ്യത്യാസം എന്നാണ്. അപ്പോൾ കാലം, ദേശം, വർഗീയ വ്യത്യാസം എന്നിവ കൂടാതെ എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ളതാണ് സനാതന ധർമ്മം. അപ്പോൾ അത് സത്യം, സമത്വം, സാഹോദര്യം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം. അതല്ലല്ലോ ഈ ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന സനാതന ധർമ്മം. അതല്ല, അസമത്വം നിറഞ്ഞതാണ്. അത് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതുപോലെ ഇതിനെ നിർമൂലനം ചെയ്യണം. അതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുതിയ കാലത്തിൻ്റെ മൂല്യബോധങ്ങൾ സമൂഹത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചരിത്രത്തിലെ സനാതന ധാർമ്മിക മൂല്യങ്ങളെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ നമ്മൾ തിരുത്തി കുറിക്കേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാധാന്യം ഈ പുസ്തകത്തിൽ കൂടുതൽ പേജുകൾ കവർ ചെയ്തിട്ടുള്ള ശ്രീനാരായണ ഗുരുവ്. കാരണം ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കീഴാള ജനവിഭാഗങ്ങളിൽ നിന്നാണ് കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനം പ്രധാനമായിട്ട് ഉയർന്നത്. ഇപ്പോൾ നമ്പൂതിരി സമുദായത്തിൽ പോലും പരിഷ്കരണത്തിൻ്റെ കാറ്റ് വിതക്കുന്നതിൽ അതിൻ്റെ സ്രോതസ്സ് നോക്കുമ്പോൾ കീഴാള ജനവിഭാഗങ്ങളുടെ ഈ നവോത്ഥാനമാണ്. കാരണം കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത കീഴാള ജനവിഭാഗങ്ങൾ ഈ നവോത്ഥാന പ്രസ്ഥാനം, മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളാണ് ഉയർന്നു വന്നതെങ്കിൽ കീഴാള ജനവിഭാഗങ്ങളിൽ തന്നെ നവോത്ഥാനത്തിൻ്റെ പിന്നെ ദീപം കൊളുത്തപ്പെട്ടു എന്നതാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതുകൊണ്ട് പുനർവായന, ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളുടെ പുനർവായന. നിങ്ങൾ നോക്കൂ, ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യവും ഗ്രാൻഡ് ഡിസൈൻ്റെ ആവർത്തനം. ഇത് കേരളകൗമുദി പത്രാധിപരായിരുന്ന MS മണി എഴുതിയിട്ടൊരു പുസ്തകവും. ശിവഗിരി കുന്നിൽ AK ആൻ്റണി ഭരിക്കുന്ന കാലത്ത് ഒരു ലാത്തിച്ചാർജ്. അപ്പോൾ തീമേഘങ്ങൾ, ശിവഗിരി കുന്നിൻ്റെ മേൽ തീമേഘങ്ങൾ, അതിലാണ് ഗ്രാൻഡ് ഡിസൈൻ. അതിൽ അന്തരിച്ച സ്വാമി ശാശ്വതീകാനന്ദ പറയുന്നൊരു കാര്യവും, ചെങ്കോട്ടുകോണം സ്വാമി കേരളത്തിൽ വന്നു, ശിവഗിരിയിൽ വന്നു, ശാശ്വതീകാനന്ദയെ കണ്ടു. എന്നിട്ട് ഈ ചെങ്കോട്ടുകോണം സ്വാമി പറയുന്നത്, നമ്മൾ രണ്ടുപേരും ഒത്തുചേർന്നാൽ കേരളം ഇങ്ങോട്ട് പോരും. എന്തിനാ ഇങ്ങോട്ട് പോരുന്നത്? മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയിട്ടില്ല, രാഷ്ട്രീയാധികാരം സ്ഥാപിക്കാൻ വേണ്ടി. സംഗതി മനസ്സിലായല്ലോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പിന്നോക്ക വിഭാഗത്തെ തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള ഗ്രാൻഡ് ഡിസൈൻ അതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റ് നവോത്ഥാന നായകന്മാരെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഗുരുവിൻ്റെ അനുയായികൾ ഈ വ്യത്യസ്തത ഉൾക്കൊള്ളുന്നവരായി തോന്നുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം രണ്ട് തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെയാണ് രണ്ട് തോണിയിൽ കാല് വെക്കുന്നത്. അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി, പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെൻറ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരില്ല. പിന്നെയോ മകനെ BDSൻ്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നു. സംഗതി മനസ്സിലായത്? ഈ ബഹുമുഖ വേഷം
അത് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ തരത്തിൽ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ തലപ്പത്തുള്ളവർ ശ്രീനാരായണ ദർശനത്തിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ക്ലിയറാണ്. ആ കമ്മ്യൂണിസവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം എന്താണ് വളരെ വിശദമായി പറയേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഈ പുസ്തകത്തിന് വലിയ പ്രചാരം കിട്ടാൻ കാരണം ഈ സംഘപരിവാറിൻ്റെ കേരളത്തിലെ മീഡിയ, ഞാനൊരു ദിവസം അവിടെ കൊടുങ്ങല്ലൂർ കാവിൽ പോയത് വലിയ വാർത്തയാണ്. അതോടുകൂടി ഇതിന് പ്രചാരം കിട്ടിയത് എന്ന് മാത്രമല്ല, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ചിന്താ പബ്ലിഷേഴ്സിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ രമേശനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. കാരണം ഇതിനകത്ത് പുസ്തകം വേണ്ടവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കൊടുത്തപ്പോൾ അതിൽ വിളിച്ചിട്ട് ഈ പുസ്തകം പുറത്തിറക്കിയാൽ നിന്നെ തട്ടിക്കളയും ഭീഷണി. അതോടുകൂടി ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം കിട്ടി ഈ പുസ്തകത്തിന്. യഥാർത്ഥത്തിൽ ഇതിൽ അവസാനത്തെ ഉപസംഹാരത്തിന് പുറത്ത് അതിൻ്റെ തൊട്ട് മുമ്പെയുള്ള ഒരു അധ്യായത്തിൻ്റെ പേര് ആരാധനാലയങ്ങളിലെ വൈവിധ്യങ്ങൾ എന്നാണ്. ആരാധനാലയങ്ങളിലെ വൈവിധ്യങ്ങൾ അത് പറയുന്ന കൂട്ടത്തിൽ കാവ് പാരമ്പര്യം തിരുവനന്തപുരം ജില്ലയുണ്ട്, വേങ്കമല കേട്ടോ. അവിടുത്തെ ആരാധന രീതി നിങ്ങൾ പോയി നോക്കൂ, എത്ര കൗതുകരമായിട്ടുള്ള കാര്യമാണ്. പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലുള്ള ആരാധന രീതിയല്ല അവിടെ കാർഷിക വിഭവങ്ങളാണ് സമർപ്പണം നടത്തുന്നത്. ഇങ്ങനെ ഓരോ ജില്ലയിലും കാണാൻ പറ്റും. കൊല്ലത്തുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, ആലപ്പുഴയിലുണ്ട്, തൃശ്ശൂരുണ്ട്, ഓരോ ജില്ലകളിൽ. അങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ തെയ്യങ്ങൾ, കളിയാട്ടങ്ങൾ, ഇതാണ് തെയ്യങ്ങൾ. മുത്തപ്പൻ, ഇവിടെ നിന്നല്ലേ ഇപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ വേണ്ടി ഭക്തന്മാർ പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് ബ്രാഹ്മണീയമല്ലാത്ത ഒരു ആരാധന രീതി, കീഴാള ജനവിഭാഗങ്ങളുടെ ആരാധന രീതി, മനുഷ്യൻ തന്നെ ദൈവമാകുന്ന രീതിയിൽ മനുഷ്യൻ തന്നെ ദൈവമായി മാറുക. അതായത് ദൈവമാണ് തെയ്യമായി തൽഭവം വരുന്നത്. ഈ തരത്തിലുള്ള കീഴാള ആരാധനാ രീതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പലയിടത്തും പോയി. ആ കൂട്ടത്തിൽ യാദൃശ്ചികമായിട്ടാണ് കൊടുങ്ങല്ലൂർ എത്തിയത്. എറണാകുളത്ത് പോകേണ്ട ഒരു ആവശ്യത്തിന് അവിടെ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഈ കൊടുങ്ങല്ലൂർ കാവിനെ പറ്റി ഇതിൽ പറയുന്നു. കൊടുങ്ങല്ലൂർ കാവെന്ന് പറയുന്നത് കാവുകളുടെ കാവാണ്. മറ്റേ ബ്രാഹ്മണീയ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യമല്ല കാവുകൾക്കുള്ളത്. അപ്പോൾ കാവുകളുടെ കാവായിട്ടുള്ള കൊടുങ്ങല്ലൂർ കാവൊന്ന് സന്ദർശിക്കണം. കാരണം അവിടെ കോഴിക്കല്ല്, എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കോഴിക്കല്ല്. അപ്പോൾ കോഴിക്കൊല്ലെന്ന് കാണണം. അപ്പോൾ ഞാൻ പോയി കോഴിക്കല്ല് കണ്ടു. എന്ന് മാത്രമല്ല അവിടെ തവിട്ട് മുത്തി, മനസ്സിലായില്ലേ, തവിട്ട് മുത്തി. അപ്പോൾ തവിട്ട് മുത്തി എന്ന് പറഞ്ഞാൽ ഈ കാർഷിക വിള എടുത്തു കഴിഞ്ഞാൽ നെല്ലുൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ തവിടുണ്ടാവും. ഇവിടെയും തവിട് എന്നല്ലേ പറയാം, അരി. അതെ, അപ്പോൾ നെല്ല് കുത്തി അരിയാക്കുന്ന അവസരത്തിലുള്ള തവിട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ നല്ലോണം തവിട് കഴിക്കും, കാരണം വിറ്റമിൻ സി ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ തവിടാണ് അവിടെ അർച്ചന ചെയ്യുന്നത്. അത് ഈ കോവിലിൻ്റെ പുറത്താണ്. തവിട്ട് മുത്തി എന്നാണ് ആ മൂർത്തിയുടെ പേര്. മൂർത്തി ഞാൻ ഉപയോഗിക്കുന്ന വാക്കതാണ് മൂർത്തി. അതിനപ്പുറത്ത് വസൂരിമാലയുണ്ട്. ഉത്തര കേരളത്തിലെ തെയ്യങ്ങളിൽ വസൂരിമാലയുണ്ട്. എൻ്റെ തറവാട്ട് ക്ഷേത്രത്തിലും വസൂരിമാലയുണ്ട്. അവിടെ കാവിൽ വസൂരിമാലയുണ്ട്. അപ്പോൾ വസൂരിമാലയും കോവിലിൻ്റെ പുറത്താണ്. എന്നാൽ ഈ കോവിലിനകത്ത് ഒരു അടച്ചിട്ട മുറിയുണ്ട്. അതാണ് ഐതിഹ്യത്തിൽ ചരിത്രമുണ്ട്, ചരിത്രത്തിൽ ഐതിഹ്യത്തിൻ്റെ ഭാഗങ്ങളും ഉണ്ടാകും. എല്ലാം വസ്തുനിഷ്ഠമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഈ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടുകൂടി പഠനം നടത്തിയിട്ടുള്ള ശ്രീ VT ഇന്ദുചൂടൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ദി സീക്രട്ട് ചേംബർ എന്ന രഹസ്യ അറ. അപ്പോൾ ഞാൻ അവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചു, ഇതിൻ്റെ അകത്ത് രഹസ്യം അറിയേണ്ടതായിട്ടുള്ളതായിട്ട് വായിച്ചല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞ് രഹസ്യം അറിയേണ്ടത് ഒരു മുറി കൂട്ടിയിട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് ബൗദ്ധ പാരമ്പര്യവുമായി കണ്ണു ചേർത്തതാണ് എന്നാണ് ഇന്ത്യയുടെ പറയുന്നത്. അപ്പോൾ അതും കണ്ട് പുറത്തിറങ്ങിയപ്പോൾ പലരും വീഡിയോ എടുത്തു. അത് വാർത്തയായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തിനാണ് ഈ കാവ് സന്ദർശിക്കുന്നത്? അത് ദർശനത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഞാൻ പിന്നീട് വിശദമാക്കി, ദർശനവും സന്ദർശനവും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ തറവാട്ടിലുള്ള ആരാധനാലയത്തിൽ അവിടെ ഞാൻ വാർഷികോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോകാറുണ്ട്.
എൻ്റെ കുടുംബക്കാരുണ്ടാവും, നാട്ടുകാരുണ്ട്, അവരെല്ലാം കാണും. ഈ ഇത്തരം ഉത്സവ സ്ഥലങ്ങൾ വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. ആ വിശ്വാസികളെ കൂടി നമ്മുടെ പക്ഷത്ത് ചേർക്കണം. അതാണ് വർഗീയതക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും ജനൻ TV ഇതൊരു വാർത്തയാക്കിയതിൻ്റെ പിന്നിൽ എന്താ? ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് അമ്പലത്തിൽ കാര്യം, കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് ഇങ്ങനെ ആത്മീയ കേന്ദ്രങ്ങളിൽ കാര്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട്. ആത്മീയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നതൊക്കെ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്രമുണ്ട്, പഴശ്ശിരാജാവിൻ്റെ ക്ഷേത്രം, കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള പിന്നെ കൊത്തുപണികളെ കാണാൻ പറ്റും. കൊത്തുപണികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ കാവിനെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്തുള്ള പച്ചപ്പാട്ടുകൾ, പച്ചപ്പാട്ടെന്ന് പറഞ്ഞാൽ എന്താ? തെറിപ്പാട്ട്. മനുഷ്യൻ്റെ ലൈംഗികതയെ പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്ന നിലയിലുള്ള പച്ചപ്പാട്ടുകൾ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന തീർത്ഥാടകന്മാർ മുമ്പ് കാലത്തൊക്കെ പരസ്യമായിട്ട് ഉന്നയിക്കും. ഇപ്പോൾ ഉണ്ട് തെറിപ്പാട്ടുകൾ. അവിടെ വിഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തൃക്കൈക്കുന്ന് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ മരത്തിലുള്ള കൊത്തുപണികൾ നോക്കുമ്പോൾ ലൈംഗിക ക്രിയകൾ തന്നെയാണ്. മനസ്സിലല്ലേ? കാമശാസ്ത്രത്തിൽ എന്തെല്ലാം ലൈംഗിക ക്രിയകളുണ്ടോ അതൊക്കെ കുത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ കലാരൂപങ്ങൾ മാത്രമല്ല, ക്ഷേത്രകലകൾ. ആ ക്ഷേത്രകലകൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവവിശ്വാസികൾക്ക് മാത്രമുള്ളതാണോ? അല്ല, സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരാധനാലയങ്ങളും ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, യാതൊരു സംശയമില്ല. എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു മതാരാധനയുടെയും ഒരു അംശവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഞാൻ വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന ആളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെവരെല്ലാം ഇടപെടുന്നുണ്ടോ ഒന്നും അന്യമല്ല. മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ സമൂഹത്തിലുള്ളത് എല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് അന്വേഷിക്കാം, പഠിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരവിടെ ഉണ്ടല്ലോ, അത് തന്നെ ബന്ധം. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഒരു നറേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവർ നിരീശ്വരവാദ പ്രസ്ഥാനമാണ്. അത് വർഗീയ ശക്തികളാൽ പ്രചരിപ്പിക്കും. നിരീശ്വരവാദ പ്രസ്ഥാനമാണ്. നിങ്ങൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്, നിങ്ങൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, നിങ്ങൾ എന്തിനാണ് ചർച്ചിൽ പോകുന്നത് എന്ന ചോദ്യം. എൻ്റെ അനുഭവം കൂടി നിങ്ങളോട് പങ്കുവെക്കാം. നിങ്ങൾക്കറിയാം, എൻ്റെ കൈ കണ്ടല്ലോ, ഒരു വിരലില്ല. ഈ എഴുതാൻ പറ്റാത്ത കൈയാണ്. നിങ്ങളെ വന്നാൽ ക്ഷയിക്കേണ്ടത്. ഇത്തരമൊരു അവസ്ഥയിലാക്കിയത് 99 ഓണക്കാലത്ത് വീട്ടിൽ കയറി നടത്തിയിട്ടുള്ള ഒരു വധശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അത് കഴിഞ്ഞ് 3 മാസം ഇവിടെ എറണാകുളത്തെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയപ്പോൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ കൂടെയുള്ള സഖാക്കൾ പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി 3 കന്യാസ്ത്രീകൾ വന്നിട്ടുണ്ട്. മനസ്സിലായി? കന്യാസ്ത്രീകൾ. ഞാൻ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അങ്ങനെ മനസ്സിലായില്ല. ഞാൻ ഭൗതികവാദിയായ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അപ്പോൾ എനിക്ക് മുൻപരിയൊന്നുമില്ല ഈ കന്യാസ്ത്രീകൾ. അതിന് തൊട്ടപ്പുറത്താണ് ബിഷപ്പ് ഹൗസ്. അവർ വന്നപ്പോൾ ഞാൻ 1 മിനിറ്റ് മൗനം. എന്താണ് ഇവരോട് പറയേണ്ടത്? കാരണം ഞാനിവിടെ അലോപ്പതി ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നല്ലേ അവരോട് പറയേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എനിക്ക് തോന്നിയത് അവരുടെ നല്ല മനസ്സിനെയാണ് ആദരിക്കേണ്ടത് എന്നതാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രകടനമാണല്ലോ വരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ല. പക്ഷേ അവരുടെ നന്മയുടെ മനസ്സ്, അതാണല്ലോ അവരുടെ വാക്കുകളിലൂടെ വന്നത്. വേറെ അനുഭവമുണ്ട്. എൻ്റെ ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ട് ഒരു സുഹൃത്ത് ഒരു ദിവസം പറഞ്ഞു, ഞങ്ങൾ ഉംറക്ക് പോവുകയാണ്.
അപ്പോൾ ഒരു ദിവസം ഞാൻ ആശംസകൾ അറിയിച്ചു. അവർ പോയി. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേണം വിളിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്ര വേഗം ഉംറക്ക് പോയിട്ട് തിരിച്ചെത്തിയോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചു. എടാ, നബി തിരുമേനി അടക്കം പ്രാർത്ഥിച്ച മക്കയിലെ പള്ളിയിൽ ഉംറയുടെ ഭാഗമായിട്ട് എനിക്ക് കൂടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും